വടകര ആയഞ്ചേരിയിൽ 95 ഗ്രാം മെത്താഫിറ്റമിനുമായി പിടിയിലായി. വള്ളിയാട് ഞാലിമുക്കിൽ വൈദ്യുതി പോസ്റ്റിന് സമീപം ബൈക്ക് യാത്രികൻ എറിഞ്ഞ പൊതിയിൽ നിന്നാണ് മെത്താഫിറ്റമിൻ കണ്ടെത്തിയത്. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി കണ്ടെത്തിയത്. രാഹുൽ കെ വിവരങ്ങളുമായി. രാഹുൽ, ഇത് ആരാണ് എറിഞ്ഞത് എന്ന കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത പോലീസിന് വന്നിട്ടുണ്ട്. രതീഷ്, ഇത് ആരാണ് എറിഞ്ഞതെന്ന് എക്സൈസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എക്സൈസിൻ്റെ അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. കാര്യം ലഹരി കൈമാറ്റത്തിൻ്റെ ഒരു രീതിയാണ് ഇതെന്ന് എക്സൈസ് പറയുന്നുണ്ട്. കാരണം ഒരു ബൈക്ക് യാത്രികൻ സ്ഥലത്തേക്ക് വരുന്നു, ഞാലിമുക്കിലുള്ള വൈദ്യുതി പോസ്റ്റിന് ചുവടിലേക്ക് കൈവശമുണ്ടായിരുന്ന പൊതി എറിയുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ പൊതിയുടെയും പോസ്റ്റിൻ്റെയും ഫോട്ടോ എടുത്തു. അതായത് പോസ്റ്റിൽ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ടാകും. സ്ഥലം തിരിച്ചറിയുന്നതിന് വേണ്ടി ഒരു ലാൻഡ് മാർക്ക് എന്ന രീതിയിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് കരുതുന്നു. തുടർന്ന് ഈ ബൈക്ക് യാത്രികൻ സ്ഥലത്ത് നിന്ന് പോവുകയായിരുന്നു. ഇത് കണ്ട ഒരാൾ, സമീപത്തുണ്ടായിരുന്നയാൾ സംശയം തോന്നി സ്ഥലത്തേക്കെത്തി പരിശോധിക്കുമ്പോൾ ഈ പൊതിയിൽ ക്രിസ്റ്റൽ തരി രൂപത്തിലുള്ള വസ്തുവാണെന്ന് തിരിച്ചറിയുന്നു. ആ സമയം തന്നെ ഒരു കാർ അതുവഴി വരികയും അത് അവിടെ നിർത്താതെ പോവുകയും ചെയ്തു. അപ്പോൾ ഇത് എടുക്കാൻ വന്നവരാണ് എന്ന് സംശയിക്കുകയും ചെയ്യുന്നു. ഈ ദൃക്സാക്ഷി എക്സൈസിൽ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ എത്തി പരിശോധിച്ചപ്പോഴാണ് ലഹരി മരുന്നായ മെത്താഫിറ്റമിനാണെന്ന് കണ്ടെത്തിയത്. 95 ഗ്രാമുണ്ട്. തുടർന്ന് ഇത് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ആളുകളെ തിരിച്ചറിയുന്നതിനുള്ള ശ്രമമാണ് എക്സൈസ് നടത്തി വരുന്നത്. ഏതായാലും ലഹരി കൈമാറ്റത്തിനുള്ള ഒരു രീതിയാണിത്. ലാൻഡ്മാർക്ക് ഓരോരോ സ്ഥലങ്ങളിൽ അത് പൊതികളാക്കി വെക്കുക, അതിനുശേഷം ആവശ്യക്കാർക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി അതിൻ്റെ ലാൻഡ്മാർക്ക് വാട്സാപ്പിലടക്കം ഷെയർ ചെയ്യുക എന്നതാണ് രീതി. ഏതായാലും ഇപ്പോൾ ഒരു രീതി കൂടി വ്യക്തമാവുകയാണ്. വടകര ആയഞ്ചേരിയിലാണ് 95 ഗ്രാം മെത്താഫിറ്റമിൻ പിടികൂടിയിരിക്കുന്നത്.